Hello friends, welcome to eureka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്വിച്ച് കേസ് എങ്ങനെയാണ് ജാവയിൽ യൂസ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം സ്വിച്ച് കേസ് എന്തിനാണ്, എവിടൊക്കെയാണ് ഇപ്പം അതൊരു ഹെൽപ്ഫുൾ ആയിട്ട് വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു ജാവ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. സ്വിച്ച് എക്സാമ്പിൾ എന്ന് കൊടുക്കാം. ഓക്കെ, ഫിനിഷ് കൊടുത്തു, ഡോൺ ക്രിയേറ്റ്. ഇനി ഇതിനകത്ത് നമുക്കൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ക്ലാസ് നമ്മൾ എന്ത് കൊടുക്കും, ഡേയ്സ്. ഓക്കെ, ഡേയ്സ് വോയിഡ് മെയിൻ ടിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഡേയ്സ് എന്ന് പറഞ്ഞ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തു. ഞാൻ ഇതിനകത്തൊരു ഇൻറ്റിജർ വാല്യൂ സെറ്റ് ചെയ്യാണ്, ഇൻറ്റ് ഡേ. ഓക്കെ, ഇൻറ്റ് ഡേ ഈക്വൽസ് 4. ഇനി ഞാൻ പറയുകയാണ് കണ്ടീഷൻ, ഇഫ് നമ്മുടെ ഡേ എന്ന് പറയുന്നത് ഈക്വൽസ് ഈ പ്രോഗ്രാമിൽ അറിയാലോ, ഒറ്റ ഈക്വൽസ് അല്ല, അത് ഇക്വാലിറ്റി സിമ്പിൾ അത് നോക്കണമെന്നുണ്ടെങ്കിൽ ഡബിൾ ഈക്വൽസ് കൊടുക്കണം. ഈക്വൽ ടു 1 ആണെങ്കിൽ ഞാൻ പറയാണ് സിസ് ഔട്ട് സൺഡേ. ഓക്കെ, സൺഡേ പ്രിൻ്റ് ചെയ്യണം. ഇനി നെക്സ്റ്റ് ഏതാണ്, ഇപ്പോൾ ഡേ ഈക്വൽ ടു 2 ആണെങ്കിൽ മൺഡേ. ഓക്കെ, അപ്പോൾ അതെങ്ങനെ കൊടുക്കുക, എൽസ് ഇഫ് ഡേ ഈക്വൽ 2 ആണെങ്കിൽ മൺഡേ. ഓക്കെ, ഇങ്ങനെ കൊടുക്കുകയാണ്. ഇനിയിപ്പം നമുക്കത് സാറ്റർഡേ വരെ വേണമല്ലോ, അപ്പോൾ നമുക്കത് ഇതങ്ങ് കോപ്പി പേസ്റ്റ് ചെയ്യാം. കൺട്രോൾ C കൊടുക്കാം. ഇതിപ്പോൾ 2 ആയി. ഇവിടെ നമുക്ക് 3 കൊടുക്കാം, 4 സാറ്റർഡേ. ഓക്കെ, ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഡേയ്സിൻ്റെ വാല്യൂ എത്ര കൊടുത്തത്, 4 അല്ലേ. അപ്പോൾ ഡേ നമ്മൾ ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ മെയിൻ ഫംഗ്ഷനകത്ത് വന്നിട്ട് അത് കാണും, ഡേ എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, അപ്പോൾ ഡേ ഈക്വൽ ടു 1 ആണോ നോക്കൂ, അപ്പോൾ 1 അല്ല, അപ്പോൾ ഇത് പ്രിൻ്റ് ആവില്ല. 2 ആണോ നോക്കി, അതുമല്ല. 3 ആണോ നോക്കി, അല്ല. അപ്പോൾ 4 ആണെന്ന് ഇവിടെ കണ്ടപ്പോൾ വെനസ്ഡേ പ്രിൻ്റ് ആവും. ഇത് നമുക്കിപ്പോൾ റൺ ചെയ്ത് നോക്കാം. അതായത് ഇപ്പോൾ റൺ ചെയ്തപ്പോൾ കണ്ടോ, വെനസ്ഡേ എന്ന് പ്രിൻ്റായി. ഇപ്പം നമുക്ക് ഈ ഒരൊറ്റ കേസ് പ്രിൻ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഈ കോഡ് ഭയങ്കര മെസ്സി ആയിട്ടിരിക്കുമല്ലേ. അതായത് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് ഇത്രയും ചെക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ ഒരു ഭയങ്കര മെസ്സി ആയിട്ടുള്ളൊരു കോഡായിട്ട് തോന്നും. ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻസിലാണ് നമ്മൾ സ്വിച്ച് കേസ് യൂസ് ചെയ്യുന്നത്. അതിപ്പോൾ എങ്ങനെയാണെന്ന് പറയാം. അപ്പം നമുക്കിത് ഇത്രയും കോഡങ്ങ് കളയാം. നമുക്ക് ഈ കോഡിനെ കുറച്ചുകൂടെ വൃത്തിയായിട്ട് നമുക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുപാട് കണ്ടീഷൻ വരുന്ന കേസിൽ നമ്മൾ കൊടുക്കുന്നതാണ് സ്വിച്ചിനകത്ത് നമ്മൾ എന്താ പാസ് ചെയ്യേണ്ടത്, ഡേ. അതൊരു കണ്ടീഷനാണെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, ഇനി ഓപ്പണിങ് ക്ലോസിങ് ബ്രേസസ് കൊടുക്കുക. ഇവിടെ ടാബ് എടുത്തിട്ട് കേസ് കൊടുക്കുക. കേസ് 1 ആണെങ്കിൽ നമ്മൾ സാധാരണ ഇഫ് ഈക്വൽ ടു അങ്ങനെ കണ്ടീഷനല്ലേ കൊടുത്തത്, അതിന് പകരം ഇങ്ങനെ കൊടുത്താൽ മതി. കേസ് 1 ആണെങ്കിൽ സിസ് ഔട്ട് എന്താണ്, സൺഡേ. ഇങ്ങനെ കൊടുത്താൽ മതി. എന്നിട്ട് ഒരു കേസ് കഴിയുമ്പോൾ തന്നെ നമ്മളത് ബ്രേക്ക് ചെയ്യണം. ഓക്കെ, ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. ഈ രണ്ടാമത്തെ കണ്ടീഷൻ നമ്മൾ എങ്ങനെ എഴുതുക, കേസ് 2 ആണെങ്കിൽ നമുക്ക് നോക്കാം, സിസ് ഔട്ട് മൺഡേ. ഓക്കെ, ഇനി ഇതും ബ്രേക്ക് കൊടുക്കാം. ഇനി നമുക്കിത് റൺ ചെയ്ത് നോക്കാം. അതായത് റൺ ചെയ്യുമ്പോൾ ഒന്നും വരില്ല, കാരണം കണ്ടീഷൻ 1 2 അല്ല ഞാൻ കൊടുത്തിട്ടുള്ളൂ. എൻ്റെ ഡേയുടെ വാല്യൂ 4 ആണ്. അപ്പോൾ അവിടെ ഞാൻ കണ്ടീഷൻ ഒന്നും കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഇത് മാറ്റിയിട്ട് ഞാൻ ഡേ ഈക്വൽ ടു 1 കൊടുത്തിട്ട് ഇതൊന്ന് റൺ ചെയ്ത് നോക്കിയാൽ ഇതാ സൺഡേ എന്ന് പ്രിൻ്റായി. ആദ്യത്തെ കേസ്, അതായത് മറ്റേതിപ്പോൾ ഇഫ് ആ കണ്ടീഷൻ ഈക്വൽ ടു അങ്ങനെ അത്രയും നമ്മൾ വലിച്ചു വാരി എഴുതണം. ഇതങ്ങനെ വേണ്ട, കേസ് 1 ആ കണ്ടീഷൻ പറഞ്ഞു കൊടുത്താൽ മതി. ആ ഇൻറ്റിജർ വാല്യൂ അല്ലേ നമ്മൾ പാസ് ചെയ്യുന്നത്, ആ ഇൻറ്റിജർ പറഞ്ഞു കൊടുത്താൽ മതി. കേസ് 1 എന്നുള്ള ഇൻറ്റിജർ ആണെങ്കിൽ സൺഡേ. അപ്പോൾ ഇത് തന്നെ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് താഴോട്ട് എഴുതാമല്ലോ. കൺട്രോൾ C, സാറ്റർഡേ. ഓക്കെ, ഇങ്ങനെ കൊടുക്കാം. ഇനി നമുക്കിത് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്നത് ഏതാണ്, ഡേ ഈക്വൽ ടു 1 അല്ലേ. അപ്പോൾ ഇത് മാറിയിട്ട് എനിക്ക് വേണമെങ്കിൽ ഒരു 6 കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇത് റൺ ചെയ്തപ്പോൾ കണ്ടോ 6, കേസ് 6ൽ ഞാൻ എത്ര കൊടുത്തിരിക്കുന്നത്, ഫ്രൈഡേ പ്രിൻ്റായി.
ഇത് ജസ്റ്റ് നമ്മൾ കണ്ടീഷൻ ഈക്വൽ ടു 1 ഈക്വൽ ടു 2 എന്ന് കൊടുക്കുന്നതിന് പകരം കേസ് 1 കേസ് 2 കേസ് 3 ആ ഇൻറ്റിജർ വാല്യൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുക. വെറുതെ 1 2 3 എന്ന് കൊടുത്തിരിക്കുകയല്ല. നമ്മുടെ ആ കേസ് ഫസ്റ്റ് 1 ആണെങ്കിൽ 1 എന്നുള്ള വാല്യൂ ആണ് പാസ് ആവുന്നതിൽ. ഇത് വേണമെങ്കിൽ യൂസറുടെ കയ്യിൽ നിന്ന് ഇൻപുട്ടായിട്ട് വാങ്ങിച്ചു വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അതപ്പോൾ ഇവിടെ സ്കാനർ വഴി അത് കൺസോളിൽ നിന്ന് വാങ്ങിച്ചിട്ട് അത് പാസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പം വേറെ ഏതെങ്കിലും ഒരു വാല്യൂ കൊടുക്കുന്നതെന്ന് നോക്കുക. ഇപ്പോൾ സപ്പോസ് 116 ഇതാണ് ഡേയുടെ വാല്യൂ ഞാൻ കൊടുത്തത്. ഇതിപ്പോൾ റൺ ചെയ്തപ്പോൾ ഒന്നും ആയില്ല. അപ്പോൾ ഈ 1 തൊട്ട് 7 വരെ ഡേയ്സ് എന്ന് പറയുന്നത് 7 എണ്ണമല്ലേ ഉള്ളൂ. ഈ 7 എണ്ണം അല്ലാത്തൊരു കേസ് വന്നാൽ, അതായത് 1 തൊട്ട് 7 വരെയുള്ള ഇൻറ്റിജർ അല്ല കൊടുത്തെങ്കിൽ അതിന് നമ്മൾ എന്തെങ്കിലും ഒരു ഇത് കൊടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് ഡീഫോൾട്ട് ആണെങ്കിൽ sysout not a valid number for days ഇങ്ങനെ കൊടുക്കാം. ഇവിടെ ഏതെങ്കിലും ഡബിൾ കോട്ട്സ് കൊടുക്കാഞ്ഞിട്ടാണ്. ഇവിടെയും കൊടുത്തു. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് റൺ ചെയ്യാം. ദ നോട്ട് എ വാലിഡ് നമ്പർ ഫോർ ഡേയ്സ് എന്നാണ് വന്നത്. അപ്പോൾ ഞാനിവിടെ കൊടുത്തിരിക്കുന്ന വാല്യൂ 116 ആയതുകൊണ്ടാണ് അത് വന്നത്. ഇനിയിപ്പോൾ ഡേയുടെ വാല്യൂ നമുക്ക് ഈ യൂസറുടെ കയ്യിൽ നിന്ന് ഇൻപുട്ടായിട്ട് വാങ്ങിച്ചു വേണമെങ്കിൽ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഇവിടെ sysout എൻ്റർ നമ്പർ എന്ന് കൊടുത്താൽ മതി. ഇനി എന്താണ്, ഈ നമ്പർ വാങ്ങിക്കണം അല്ലേ. അതിനെന്താണ് സ്കാനർ ക്ലാസ്സിനെ കുറിച്ചൊക്കെ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഐ ബട്ടണിലുണ്ട്. ന്യൂ സ്കാനർ സിസ്റ്റത്തിൽ നിന്നല്ല ഇൻപുട്ട് വാങ്ങിക്കുന്നത്. അപ്പോൾ system.in ഓക്കെ കൊടുക്കാം. ഇനി എങ്ങനെയാണ് ഇത് എറർ കാണിക്കുന്നത്? ഇമ്പോർട്ട് കൊടുക്കണം, ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ അത് സ്കാനിനകത്തുണ്ട്. ഇനി നമ്മൾ വാല്യൂവിനെ വാങ്ങണം. ഇൻറ്റ് ഡേ ഈക്വൽസ് സ്കാൻ ഡോട്ട് നെക്സ്റ്റ് ലൈൻ. സോറി, നെക്സ്റ്റ് ലൈൻ അല്ല, എൻ്റെ ഇപ്പോൾ ഇൻറ്റിജർ അല്ലേ. അപ്പോൾ സ്കാൻ ഡോട്ട് നെക്സ്റ്റ് ഇൻറ്റിജർ വാല്യൂ ആയതുകൊണ്ട് ഇൻറ്റ്, സ്ട്രിങ് ആയിരുന്നെങ്കിൽ നെക്സ്റ്റ് ലൈൻ ആയിരുന്നേനെ. എന്നിട്ട് ഈ ഡേ പാസ് ചെയ്യാം. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. എൻ്റർ നമ്പർ അപ്പോൾ ഞാൻ കൊടുക്കുകയാണ് 4. എൻ്റർ കൊടുക്കുമ്പോൾ ഇതാ വന്നത് കണ്ടോ, വെനസ്ഡേ. അപ്പം നമുക്ക് ഡയറക്റ്റ് പാസ് ചെയ്യാതെ കൺസോളിൽ നിന്ന് ഇൻപുട്ട് വാങ്ങിച്ചിട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ജസ്റ്റ് നമ്മളൊരു നമ്പർ വാങ്ങിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലാസ്സാണ് സ്കാനർ. അതിനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഡോട്ട് നെക്സ്റ്റ് ഇൻറ്റിജർ ആയതുകൊണ്ട് നെക്സ്റ്റ് ഇൻറ്റ്, സ്ട്രിങ് ആണെങ്കിൽ ഡോട്ട് നെക്സ്റ്റ് ലൈന്, ഡബിൾ ആണെങ്കിൽ ഡോട്ട് നെക്സ്റ്റ് ഡബിൾ, അങ്ങനെ ഒരുപാട് കമൻറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതിപ്പോൾ ഒരു ഇൻറ്റിജറിൻ്റെയാണ് ഞാൻ കാണിച്ചത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഇൻറ്റിജറിന് പകരം ഒരു സ്ട്രിങ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ അതാ ഒരു സ്ട്രിങ് ആണെന്ന് വിചാരിക്കുക. നമുക്കപ്പോൾ ഇത് കളയാം. എന്നിട്ട് സ്ട്രിങ്ങിൻ്റെ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യാം. ഇപ്പോൾ എൻ്റർ നമ്പർ എന്നല്ലേ, ഞാനിപ്പോൾ ഒരു സ്ട്രിങ്ങിനെയാണ് പാസ് ചെയ്യുന്നത് കേസിൽ. ഇൻറ്റിജർ പാസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ഇനി സ്ട്രിങ് ആണെങ്കിൽ ഇപ്പോൾ ഞാൻ എന്തിൻ്റെ കൊടുക്കുക? എക്സാമ്പിളായിട്ട് സ്ട്രിങ് ഇപ്പോൾ ഫ്രൂട്ട്സിൻ്റെ പേര് കൊടുക്കാം. അപ്പോൾ ഫ്രൂട്ട്സിൻ്റെത് എൻ്റർ ഫ്രൂട്ട് നെയിം ജസ്റ്റ് വെറുതെ കൊടുക്കുകയാണ്. ഇനി നമ്മൾ അത് സ്ട്രിങ് അല്ലേ, അപ്പോൾ സ്ട്രിങ് ഫ്രൂട്ട് ഈക്വൽസ് സ്കാൻ ഡോട്ട് സ്ട്രിങ് അല്ലേ, അപ്പം നമുക്ക് കൊടുക്കാം നെക്സ്റ്റ് ലൈൻ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വാല്യൂ ഉണ്ട്. ഇനി നമ്മൾ എന്താണ്, സ്വിച്ചിനകത്ത് ഇതിനെ പാസ് ചെയ്യണം. സ്വിച്ച് ഫ്രൂട്ട് എന്ന് കൊടുക്കുക. ഓപ്പണിങ് ക്ലോസിങ് ബ്രേസസ് കൊടുക്കുക. ഇനി നമ്മൾ കേസ് എങ്ങനെയാണ് കൊടുക്കുക? കേസിനകത്ത് മറ്റേ ഇൻറ്റിജർ ആകുമ്പോൾ കേസ് 1 ഇൻറ്റിജർ അങ്ങനെ പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു. ഇത് കേസ് സ്ട്രിങ് ആയതുകൊണ്ട് ഇപ്പോൾ കേസ് എ ആണെങ്കിൽ ഞാൻ വെറുതെ കൊടുത്തു അല്ലേ, വേണ്ട ആപ്പിൾ എന്നുള്ളതാണെങ്കിൽ സൗട്ട് കൊടുക്കുകയാണ്. ആപ്പിൾ ഈസ് സ്മോൾ. ഓക്കെ, ഇങ്ങനെ കൊടുക്കുകയാണ്. ഇനി ഒരു കേസ് കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബ്രേക്ക് കൊടുക്കണം അല്ലേ. അപ്പോൾ ബ്രേക്ക് കൊടുത്തു. ഇനി നെക്സ്റ്റ് അടുത്ത കണ്ടീഷൻ കൊടുക്കുകയാണ്. കേസ് ജാക്ക് ഫ്രൂട്ട്. എന്നിട്ട് അവിടെ ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് പ്രിൻ്റ് ചെയ്യിക്കാം.
ജാക്ക് ഫ്രൂട്ട് ഈസ് ബിഗ്. ഓക്കെ, കൊടുക്കാം. ഇത് കൊടുത്തു. ഇനി ഇതും കേസ് കഴിയുമ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. ബ്രേക്ക് കൊടുത്തു. നമുക്കിത് പ്രിൻ്റ് ചെയ്യിക്കാം. ഡീഫോൾട്ട് ഇപ്പം ഞാൻ കൊടുക്കുന്നില്ല. ഡീഫോൾട്ട് ഇതൊന്നും അല്ലാത്ത കേസ് വരണമെങ്കിൽ ഡീഫോൾട്ട് ഒന്ന് കൊടുത്താൽ മതി. ഇപ്പം ഞാനിത് സ്ട്രിങ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ ഏതൊക്കെ സ്ട്രിങ്ങിൻ്റെ വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ റൺ ചെയ്യിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ ഫ്രൂട്ട് നെയിം ഞാൻ ആപ്പിൾ കൊടുത്തു. അപ്പോൾ എന്താണ്? ആപ്പിൾ ഈസ് സ്മോൾ. അപ്പോൾ ഒരു സ്ട്രിങ് കേസ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഒരു സ്ട്രിങ് എങ്ങനെയാണ് കേസിൽ കൊടുക്കുന്നതെന്നാണ് ഞാൻ കാണിച്ചത്. വ്യത്യാസമൊന്നുമില്ല. ഇൻറ്റിജർ ആണെങ്കിൽ ജസ്റ്റ് അതുപോലെ വാല്യൂ കൊടുത്താൽ മതി. സ്ട്രിങ് ആകുമ്പോൾ കൊടുക്കുമ്പോൾ കോട്ട്സിനകത്ത് കൊടുക്കണം. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എത്ര കേസസ് വേണമെങ്കിലും എഴുതാം. ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി 2 എക്സാമ്പിളിട്ട് എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. താങ്ക് യു.